പേരാമ്പ്രയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന പരിഭ്രാന്തി പരത്തുന്നുണ്ട്. ഇതുവരെയും തിരികെ കാട് കയറ്റാനായിട്ടില്ല. പേരാമ്പ്ര പൈതോത്ത് പള്ളിത്താഴെ ഭാഗത്താണ് കാട്ടാനയെ നാട്ടുകാർ കണ്ടത്. പുലർച്ചെ 5 മണിയോടെ പ്രഭാത സവാരിക്ക് പോയവരാണ് ഒറ്റക്കൊമ്പൻ ആനയെ കണ്ടിരിക്കുന്നത്. ഇപ്പോൾ വനപാലകർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ സാനിയോ മനോമിയുണ്ട് സ്ഥലത്ത് നിന്ന്. സാനിയോ, ഇപ്പോൾ എത്ര മണിക്കൂറായി ആന അവിടെ നിലയുറപ്പിച്ചിട്ട്? ഒരു സ്ഥലത്ത് തന്നെയാണോ, അതോ ഇത്തരത്തിൽ ദൃശ്യങ്ങൾ കണ്ടാൽ അത് ആ മേഖലയിലാകെ ഓടി നടക്കുന്നതായാണ് കാണുന്നത്? വനംവകുപ്പ് എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത്? മയക്കുവെടി വയ്ക്കാൻ സാധ്യതയുണ്ടോ? വിനിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആന ഒരിടത്ത് നിൽക്കുന്ന ആനയല്ല, അതിവേഗത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പേരാമ്പ്ര പൈതോത്ത് റോഡിൽ പള്ളിത്താഴ ഭാഗത്താണ് ഇന്ന് രാവിലെ 5 മണിയോടെ ആദ്യം ഈ ആനയെ കാണുന്നത്. ഇപ്പോൾ 9 മണിക്കൂർ കഴിയുന്നു, എന്നിട്ടും ആനയെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതായത് കാട് കയറ്റാനോ അല്ലെങ്കിൽ കാട് കയറ്റുക മാത്രമേ വഴിയുള്ളൂ, അതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ ആവുന്നത്. ഏതായാലും പ്രദേശവാസികളൊക്കെയും പരിഭ്രാന്തിയിൽ തന്നെയാണ്. കാരണം മോഴയാനയാണ്, എപ്പോൾ വേണമെങ്കിലും അക്രമാസക്തമാകാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ആന അതിവേഗത്തിൽ നീങ്ങുന്നതായി നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വളരെ വ്യക്തമാണ്. നമ്മളൊക്കെ അടുത്ത് കാണുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല വനപാലകർ അങ്ങേയറ്റം ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ മയക്കുവെടി വെക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനമൊന്നും ഇതുവരെയും വന്നിട്ടില്ല. ഇവിടെ കുറച്ച് ആളുകൾ നമുക്കൊപ്പം ഉണ്ട്. അവരിപ്പോൾ ഓണാഘോഷത്തിൻ്റെ ഒരു ആലസ്യമൊക്കെ കഴിഞ്ഞ് ആനയെ കാണാൻ വന്നപ്പോൾ ആന ഓടുന്നതൊക്കെ കണ്ട് പേടിച്ചു പോയ ആളുകളാണ്. ആന നിങ്ങളുടെ നാട്ടിൽ ഇത് ആദ്യമായിട്ടാണോ വരുന്നത്? അതെ. പേടിച്ചു പോയോ? ഓ, കേട്ടപ്പോ ആദ്യം പേടിച്ചു പോയി. ആന ഇവിടെ ഇറങ്ങാറുണ്ടോ? ഇല്ല ഇല്ല, ആദ്യമായിട്ടാണ്. എത്ര മണിക്ക് അറിഞ്ഞ ആന വന്ന കാര്യം? ഒരു 6 മണിക്കൊക്കെ. ചേട്ടാ, ആന എങ്ങനെ സാധാരണ പ്രദേശത്തൊക്കെ ഇറങ്ങാറുണ്ടോ ഇവിടെ? ഇല്ല, ഇവിടെ ആദ്യമായിട്ടായിരുന്നു. പേടിയുണ്ടോ? ഓ, പേടിയില്ല. എന്ത് ചെയ്യണം ഞങ്ങൾ വിചാരിക്കുന്നത്? വനപാലകരൊക്കെ എന്ത് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്? ഫോറസ്റ്റുകാർ വന്നിട്ട് ആനമാക്കി കൊണ്ടുപോകണം. അതായത് ഫോറസ്റ്റ് വനപാലകർ രാവിലെ ഒരു 6 മണി മുതൽ തുടങ്ങിയ ദൗത്യമാണ് ഈ ആനയെ തുരത്താനായിട്ട്. പക്ഷേ ഇതുവരെയും അതിനെ തുരത്തി ഒരു കാട് കയറ്റാനോ മറ്റോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഏതായാലും ഈ വകുപ്പ് തല ആലോചനകൾ നടക്കുന്നുണ്ട്. മയക്കുവെടി വെക്കണമോ വേണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ. ചെറിയ ആനയാണ്, പക്ഷേ മോഴ ആനയായതുകൊണ്ട് തന്നെ അപകട സാധ്യതയുണ്ടെന്നാണ് പലരും പറയുന്നത്. പലരെയും ഓടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ചിലർക്കൊക്കെ പരിക്ക് പറ്റുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ നമുക്ക് വളരെ അടുത്ത് തന്നെ ആനയെ കാണാനാകുന്നുണ്ട്. ഏതായാലും ആന ഏകദേശം ഇപ്പോൾ രാവിലേക്ക് ശേഷം തന്നെ കിലോമീറ്ററുകളോളം സഞ്ചരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുമുണ്ട്. സാനിയോ, ഇപ്പോൾ എവിടെയാണ് ആനയുള്ളത്? ഈ ജനങ്ങളൊക്കെയുള്ള വീടുകളൊക്കെയുള്ള സ്ഥലത്ത് തന്നെയാണോ? വനപാലകർ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. സാനിയോ പറഞ്ഞതുപോലെ ആന ഇപ്പോൾ കാഴ്ചാ പരിധിക്കുള്ളിൽ തന്നെയാണോ ഉള്ളത്? അതെ, ആനയെ ഞങ്ങളെല്ലാവരും കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അതായത് ഇപ്പോൾ തൊട്ട് അല്പസമയം മുൻപ് ഒരു വീടിന് മുറ്റത്തു കൂടി ആന പോകുന്നു. ഞങ്ങളെല്ലാവരും അപ്പോൾ ആ സമയത്ത് വീടിനുള്ളിലേക്ക് കയറി മാറുകയായിരുന്നു. ഏതായാലും ആന തൊട്ടടുത്ത് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വീടുകളുടെ മുറ്റത്തു കൂടിയും റോട്ടിൽ കൂടെയും വയലുകളിലൂടെയും കൃഷിനാശങ്ങളൊക്കെ വരുത്തി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ അപകട സാധ്യതയുണ്ട്. കാരണം നിരവധിയായ ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല തിങ്ങിക്കൂടുന്ന ആളുകൾ തിങ്ങി താമസിക്കുന്ന ജനവാസ മേഖലയാണ് ഈ പ്രദേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ അപകട സാധ്യതയുണ്ട്. ഇപ്പോൾ കുറച്ച് അപ്പുറത്തേക്ക് മാറിയിട്ടുണ്ട് വനപാലകരും സംഘവും ഒക്കെ. അതുകൊണ്ടാണ് നമുക്ക് വലിയ അപകട സാധ്യത ഇല്ല, അത്തരം നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ കൃഷിനാശം ചിലപ്പോഴൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം കൃഷിക്കിടയിലൂടെയൊക്കെ വാഴ കൃഷിക്കൊക്കെ ഇടയിലൂടെയൊക്കെയാണ് നടന്നു പോകുന്നത്. കൂടാതെ 1-2 ആളുകൾ ആനയെ കണ്ട് ഓടി വീണ് പരിക്കേൽക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. മറ്റ് നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോൾ പോലും ഒരു വീടിൻ്റെ മുൻപിൽ കൂടെയാണ് ആന സൈഡിലേക്ക് മാറിപ്പോകുന്ന സാഹചര്യം ഉണ്ടായത്. ആ വീട്ടിലൊക്കെ ആളുകൾ താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ വലിയ പരിഭ്രാന്തിയിൽ തന്നെയാണ്. ഇന്ന് കൂടാതെ ഒരു തിരുവോണ ദിവസം ആയതുകൊണ്ട് തന്നെ ആളുകളൊക്കെ ധാരാളമായി പുറത്തിറങ്ങുകയും ഇതൊരു പ്രധാനപ്പെട്ട റോഡ് കൂടിയാണ്. ചുരുക്കം പറഞ്ഞാൽ സാനിയോ, ഈ ആന കാരണം അവിടുത്തെ ഓണാഘോഷ പരിപാടികളെല്ലാം നിലച്ച അവസ്ഥയായിരിക്കും അല്ലേ? അങ്ങനെ തന്നെ വേണം പറയാൻ. ഇന്നത്തെ തിരുവോണം ആന കൊണ്ടുപോയി, കാട്ടാന മോഴയാന കൊണ്ടുപോയി എന്ന് വേണം പറയാൻ. അതായത് ആളുകളൊക്കെ പറയുന്നുണ്ട് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ റോഡിന് മുൻപിൽ ആനയുണ്ടാകുന്ന ഒരു സാഹചര്യം. അതായത് ഈ റോഡും ഈ വയലുകളുമൊക്കെ അടുത്തടുത്ത് തന്നെയാണുള്ളത്. വയലിൽ നിന്ന് പെട്ടെന്ന് റോഡിലേക്ക് കയറുന്നു, പിന്നീട് താഴേക്ക് ഇറങ്ങി പോകുന്നു. അങ്ങനെ ഒരു സാഹചര്യമാണ്. റോഡിലൂടെ കുറേ നേരം ഓടിക്കുന്നുണ്ടായിരുന്നു വനപാലകർ. പക്ഷേ ആന അപ്പോഴും ഏത് കാട് സമീപ പ്രദേശത്തൊന്നും ഇല്ലാത്തതിനാൽ ഏത് കാട്ടിലേക്ക് കയറ്റണമെന്ന ആശയക്കുഴപ്പമടക്കം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാർ മയക്കുവെടി വേണമെന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ നാട്ടുകാരനാണോ? എന്താ നിങ്ങൾക്ക് ഒരു ആവശ്യം? എന്താണ് ആവശ്യം വെച്ചാൽ ജനങ്ങൾക്ക് ഭീതി വരുന്ന അന്തരീക്ഷമാണുള്ളത്. അപ്പോൾ എന്തിനാലും ഒരു പ്രശ്നമില്ലാത്ത രൂപത്തിൽ മയക്കുവെടി വെക്കുകയാണെങ്കിൽ അതിനുള്ള ഓർഡർ കിട്ടും. അങ്ങനെ മുമ്പും ഇതേ സാഹചര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്.
അന്നും ഇതുപോലെ തന്നെ വലിയ പ്രശ്നമായിട്ട് ലാസ്റ്റ് തിരിച്ചു വിട്ടതാണ്. പക്ഷേ ഇതിപ്പോൾ അങ്ങനെ തിരിഞ്ഞു പോകാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ജനങ്ങളും എൻ്റെ മക്കളൊക്കെ വലിയ വിഷമത്തിലാണുള്ളത്. പ്രത്യേകിച്ച് ഓണ ദിവസമൊക്കെ ആയതുകൊണ്ട് ആളുകൾക്കൊക്കെ വല്ലാത്തൊരു ആളുകൾക്ക് വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ദിവസമാണെന്ന്, അതുകൊണ്ട് വലിയ വലിയ പ്രയാസത്തിലാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു മയക്കുവെടി വെക്കുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അതിൻ്റെ ചെയ്യേണ്ടതാണ്. ശരി, വീടിൻ്റെ മുന്നിൽ കൂടെ ഓടിയിട്ടുണ്ട്. ചെറിയ മക്കളൊക്കെ വീടാൻ വേണ്ടി കളിക്കുന്നതൊക്കെ ഞങ്ങൾ പെട്ടെന്ന് മാറ്റിയതാണ്. ഞങ്ങളിപ്പോൾ അതിൻ്റെ വഴിയിൽ ഒരു 1-2 കിലോമീറ്റർ ഓടി വരികയാണ്. അതിന് ഞങ്ങൾ ഒരു കാട്ടിലേക്ക് തുരുത്തി കയറ്റിയിട്ടുണ്ട്. ബാക്കി ഫോറസ്റ്റുകാർ കൂടെ ഉണ്ട്. അപകടങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ. തിരുവോണ ദിവസം ഏതായാലും പേരാമ്പ്ര ഭാഗത്ത് ഇറങ്ങിയ കാട്ടാന വലിയ ഭീതിയാണ് പരത്തിക്കൊണ്ടിരിക്കുന്നത്. പുലർച്ചെ 5 മണിയോടെയാണ് പ്രദേശത്ത് ആന ഇറങ്ങിയിരിക്കുന്നത്. സാനിയോ മനോമിയാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും വനപാലകർ അതിനെ തുരത്താനുള്ള മയക്കുവെടി വയ്ക്കാനുള്ള നടപടികളൊക്കെ തന്നെയും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്.